ടോപ്പ് ട്യൂഷൻ്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ കൺസെപ്റ്റ് ഓവർവ്യൂ ആണ്. അതായത് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെയും മെയിൻ എയിം എന്ന് പറയുന്നത് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതായത് കൺസ്യൂമേഴ്സ് സാറ്റിസ്ഫൈ ആയാൽ മാത്രമാണ് ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ആദ്യമായി പറഞ്ഞത് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് മാർഷൽ ആണ്. ഇദ്ദേഹം എന്താ പറഞ്ഞു വെച്ചാൽ നമ്മളൊരു ഗുഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഹാപ്പിനെസ്സിനെയാണ് യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നതെന്ന്. അതായത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു ഐറ്റം നമ്മളുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന പവറാണ്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വിശന്നിരിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. ഇതിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹം പിന്നെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ യൂട്ടിലിറ്റീനെ നമ്പേഴ്സിൽ മെഷർ ചെയ്യാൻ കഴിയുമെന്നാണ്. ഇതിനെ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്നാണ് പറയുന്നത്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഐസ്ക്രീം നമുക്ക് 10 യൂട്ടിലിറ്റി തരികയാണെങ്കിൽ പിസ്സ വന്നിട്ട് 20 യൂട്ടിലിറ്റിയാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് ഡിസൈഡ് ചെയ്യാം ഏത് വാങ്ങണമെന്ന്. അപ്പോൾ ഈ ഒരു എക്സാക്റ്റ് മെഷർമെൻറ്റ് എടുക്കുന്നത് വളരെ ഈസി അല്ല. എങ്കിൽ പോലും കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ ഈ ഒരു തിയറി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് കൂടുതൽ യൂണിറ്റ് യൂസ് ചെയ്താൽ കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതേസമയം മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ യൂണിറ്റ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതായത് നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അതാണ് നോർമൽ കേസ്. ഒരു സ്റ്റേജിൽ മാർജിനൽ യൂട്ടിലിറ്റി 0 ആകുമ്പോഴാണ് ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകുന്നത്. ഇതിനെയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ആദ്യത്തെ ആപ്പിൾ കഴിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കില്ല രണ്ടാമത്തെ ആപ്പിൾ കഴിക്കുമ്പോൾ കിട്ടുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തെ ആപ്പിൾ കഴിക്കുമ്പോൾ രണ്ടാമത്തെ ആപ്പിൾ കഴിച്ച സാറ്റിസ്ഫാക്ഷൻ പോലും കിട്ടുകയില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഈ ലോ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, കൺസ്യൂമറിൻ്റെ ഇൻകം, അതുപോലെ തന്നെ ടേസ്റ്റ് എല്ലാം സെയിം ആണ് എന്നാണ്. ഇപ്പോൾ യൂട്ടിലിറ്റി പറയുന്നത് പേഴ്സണലാണ്. അത് സമയത്തിനെയും അതുപോലെ സ്ഥലത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഗുഡ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഫ്രീ ഗുഡ്സും എക്കണോമിക് ഗുഡ്സും. ഇപ്പോൾ ഫ്രീ ഗുഡ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൺലൈറ്റ്, ഇതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതിന് നമുക്ക് വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഓഷ്യൻ, സീ ഒക്കെ നാച്ചുറലി കിട്ടുന്ന ഗുഡ്സാണ്. അതിന് നമ്മൾ ഫ്രീ ഗുഡ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എക്കണോമിക് ഗുഡ്സ് ആണ്. എക്കണോമിക് ഗുഡ്സ് പറഞ്ഞാൽ നമ്മൾ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുന്ന ഗുഡ്സിനെയാണ് എക്കണോമിക് ഗുഡ്സ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോട്ടിൽ വാട്ടറൊക്കെ. ഈ എക്കണോമിക് ഗുഡ്സിന് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഡ്യൂറബിൾ ഗുഡ്സും അതുപോലെ നോൺ ഡ്യൂറബിൾ ഗുഡ്സും. ഡ്യൂറബിൾ ഗുഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സുകളാണ്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ TV, ഫ്രിഡ്ജ് എന്നിവയൊക്കെ. നോൺ ഡ്യൂറബിൾ ഗുഡ്സ് പറഞ്ഞാൽ ക്വിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സുകൾ. അതിന് എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഫുഡ് ഐറ്റംസ്, സോപ്പ് എന്നിവയൊക്കെയാണ്. കൺസ്യൂമേഴ്സ് ചിലപ്പോൾ ചീറ്റ് ചെയ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സ് അവരുടെ റൈറ്റ്സ് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചീറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ബില്ലിൽ GST നമ്പർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ GST എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജൂലൈ 1, 2017 അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷന് ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1966 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അതായത് ചീറ്റിങ്ങിൻ്റെ അഗെയിൻസ്റ്റും ലോ ക്വാളിറ്റി ഗുഡ്സ് അതുപോലെ അൺഫെയർ പ്രാക്ടീസസിൻ്റെ ഒക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നീട് 1986 ഗവൺമെൻറ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പാസ് ചെയ്തു. ഇത് വന്നിട്ട് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് ലീഗലി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ലോ ആണ്. അപ്പോൾ ഇത് പ്രകാരം കൺസ്യൂമേഴ്സിന്
കറക്റ്റ് ഇൻഫോർമേഷനും അതുപോലെ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സും അതുപോലെ പ്രോപ്പർ സർവീസൊക്കെ കിട്ടാനുള്ള റൈറ്റ്സ് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആക്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഡിസംബർ 24 നാഷണൽ കൺസ്യൂമർ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡേ പറയുന്നത് കൺസ്യൂമേഴ്സിന് കൂടുതൽ അവയർനെസ് നൽകാനാണ്, അവരുടെ റൈറ്റ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാനുമുള്ള ഒരു റിമൈൻഡർ ആയിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 2019 ഒരു പുതിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു കൊമേഴ്സ് പോലെയുള്ള പുതിയ ഇഷ്യൂസ് കവർ ചെയ്യാൻ വേണ്ടിയായിരുന്നു. നമ്മൾ ഓൺലൈനിൽ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഒരു പുതിയ അതോറിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, അതായത് CCPA പറഞ്ഞ ഒരു പുതിയ അതോറിറ്റി ഫോം ചെയ്തു. ഇതിലാണ് കൺസ്യൂമർ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെയിൻ റോളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പല റൈറ്റ്സും വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ റൈറ്റ്സ് ആണ് റൈറ്റ് ടു സേഫ്റ്റി പറയുന്നത്. അപ്പോൾ റൈറ്റ് ടു സേഫ്റ്റി പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫിനും അതുപോലെ പ്രോപ്പർട്ടിക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോഡക്ട്സിൽ നിന്നും നമ്മളെ രക്ഷിക്കാനാണ് ഈ ഒരു റൈറ്റ് വരുന്നത്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഫോൾട്ടായിട്ടുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് അതുപോലെ എക്സ്പയർഡ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സിൽ നിന്നൊക്കെ നമ്മൾ രക്ഷിക്കാനാണ് ഈ ഒരു റൈറ്റ് ടു സേഫ്റ്റി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്ന റൈറ്റാണ് റൈറ്റ് ടു ചൂസ്. റൈറ്റ് ടു ചൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൽ നിന്നും റീസണബിളായി പ്രൈസിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്ത് എടുക്കാനുള്ള ഫ്രീഡമാണ് ഈ റൈറ്റ് ടു ചൂസിൽ വരുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ഐറ്റം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആർക്കും ഫോഴ്സ് ചെയ്യാനുള്ള അധികാരമില്ല. അതാണ് ഈ റൈറ്റ് ടു ചൂസിനകത്ത് പറയുന്നത്. പിന്നെ വരുന്ന റൈറ്റാണ് റൈറ്റ് ടു നോ. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും പ്രൈസും അതുപോലെ എക്സ്പയറി ഡേറ്റ് ഒക്കെ അറിയേണ്ടതുണ്ട്. അത് ഒരു പാക്കേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആ ഒരു പാക്കേജിൽ തന്നെ കമ്പൽസറി ആയിട്ട് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ഈ റൈറ്റ്സ് ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വേണം കൺസ്യൂമേഴ്സ് ഒരു പ്രൊഡക്റ്റ് എടുക്കേണ്ടത്. അതായത് അവർ ചീറ്റിങ്ങിൽ നിന്നും സേഫ് ആക്കാനാണ് ഇത്തരം റൈറ്റ്സുകൾ വന്നിരിക്കുന്നത്. നമ്മൾ ചീറ്റിങ്ങിൽ പെട്ടാലോ അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇതിനെയാണ് റൈറ്റ് ടു സീക്ക് റിഡ്രസൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾക്ക് കോമ്പൻസേഷൻ അല്ലെങ്കിൽ റീഫണ്ട് കിട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഇത് സപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയിൽ കൺസ്യൂമർ കോഡ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അണ്ടറിൽ വരുന്ന കോഡ്സാണ് ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ് അതുപോലെ നാഷണൽ ലെവൽ കോഡ്സ് ഒക്കെ. ഇതിൽ കൺസ്യൂമേഴ്സിന് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതായത് ഒരു പ്ലെയിൻ വൈറ്റ് പേപ്പറിൽ കംപ്ലയിൻറ്റ് എഴുതി ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. അഡ്വക്കേറ്റ് ഒന്നും വേണമെന്നില്ല, കൺസ്യൂമർ തന്നെ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. നമ്മൾ വാങ്ങുന്ന പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ ക്വാളിറ്റി സിമ്പിൾസ് ഉണ്ട്. അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ ISI സിമ്പിൾ ഉണ്ടാവും. അതുപോലെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ അഗ്മാർക്ക് സിമ്പിൾ ഉണ്ടാവും. ഇനിയിപ്പോൾ ഫുഡ് ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ FSI പറഞ്ഞ ലോഗോസ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ ഈ ലോഗോസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിമ്പിൾസ് ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് നന്നായി ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതൊക്കെ അറിയുവാൻ നമുക്ക് കൺസ്യൂമർ എഡ്യൂക്കേഷൻ കിട്ടണം. അപ്പോൾ കൺസ്യൂമർ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ റൈറ്റ്സ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ, അതായത് ഒരു ബയ്യർ ആയിട്ടുള്ള നമ്മുടെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സേഫായിട്ട് പർച്ചേസ് ചെയ്യാനും അതുപോലെ ചീറ്റിംഗ് അവോയ്ഡ് ചെയ്യാനും പറ്റുകയുള്ളൂ. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.